ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സേതുസ് ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാം അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മൾ എല്ലാവരും റീഡിംഗ് കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരും യൂണിവേഴ്സിനെ, ഏഞ്ചൽസിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രപഞ്ചശക്തിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ളൊരു റീഡിംഗ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതാണ് ടാരോയുടെ ഒരു പ്രത്യേകത. നമ്മളിലേക്ക് വന്നെത്താൻ സാധ്യതയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് തന്നെ വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഈ ടാരോ റീഡിംഗ് കാണാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ അത് കാണാനും അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതിൽ ആർക്കെങ്കിലും, കുറച്ച് പേർക്കെങ്കിലും തന്നെ റിലേഷനിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് മൂവ് ഓൺ ചെയ്യുമോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്? അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ചുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുക. നിങ്ങളുടെ പാർട്ണറുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ, നിലവിലെ അവരുടെ ഫീലിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വന്നേക്കുന്നത് 6 ഓഫ് വാണ്ടാണ് വന്നേക്കുന്നത്. അവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും ഒരു കൗമാരക്കാരൻ്റെ ഒരു രൂപത്തോടു കൂടിയാണ് ഇപ്പോൾ കഴിയുന്നത്. അതായത് നിങ്ങളെ കാണാനും നിങ്ങളെ വിവാഹം കഴിക്കാൻ വരെ അവർ താല്പര്യപ്പെട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് അതിന് പോലും വരാത്തത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം, അല്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളെ വിട്ടുകളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട്, മൂന്നാമതൊരാൾ അവർക്കിടയിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരാത്തത് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ വിവാഹം ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മൂന്നാമതൊരാൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുക. അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെയ്യുന്നത്, നിങ്ങളുടെ ബന്ധം, നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ടായോ എന്ന് അവർ പലരോടും ആലോചിക്കുന്നുണ്ട്. അവർക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംസാരം അവർ ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പല ആൾക്കാരോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള വിവാഹം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഒരു പക്ഷേ അത് ആ ഒരു ബന്ധത്തിൽ വന്നെത്തിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ പലരോടും ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ളവർ അല്ലെങ്കിൽ അയൽപക്കക്കാർ, അവരുമായിട്ടൊക്കെ ഒരുപാട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ അവർ വരാതിരിക്കത്തില്ല. പല കാര്യങ്ങളും, പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മൂന്നാമതൊരാളുടെ ആ ഒരു അതിക്രമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർക്ക് ഉടനെ തിരികെ വരാൻ പ്ലാൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയേക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വരാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വന്ന് ഒരു ഫാമിലിയായിട്ട് നിങ്ങളോടൊപ്പം താമസിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബമായി, മക്കളായിട്ടൊക്കെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു കരം, ഡിവൈൻ ലവ്, ദൈവത്തിൻ്റെ ഒരു
സ്നേഹം നിങ്ങളുടെ ആ ഒരു റിലേഷനിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു ലോങ് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാനായിട്ടാണ് അവർ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ അവർക്ക് വരാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ആരോ പിന്നോട്ട് വലിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ആ എനർജി മാറിപ്പോയെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ഒരുമിച്ച് ചിലവഴിച്ച സമയങ്ങളെല്ലാം അവരിപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ആ നല്ല സമയങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് ഇന്ന് വിഷമത്തിലാണ് അവരിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബമായിട്ട് കുട്ടികളായിട്ട് ഒരുമിച്ച് താമസിക്കാനും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ടോട്ടലി അവർക്കെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം, ആ ഒരു സപ്പോർട്ട്, അതൊക്കെയാണ് നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് വന്നത്. പക്ഷേ അപ്പോൾ അവിടെ മൂന്നാമതൊരാളുടെ ഒരു അതിപ്രസരം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ബാക്കിലേക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. മുന്നോട്ട് പോകണമോ എന്ന് അവർ ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറ്റുന്നില്ല. വീണ്ടും വീണ്ടും പിന്നിലേക്ക് ആരും അവരെ പിടിച്ച് വലിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു മൂന്നാമതൊരാളുടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും നിങ്ങളുടെ ബന്ധം തടസ്സപ്പെട്ടു പോകാനും അവരിലേക്ക് ചെല്ലാനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് അദ്ദേഹം തിരികെ വരാത്തത്. അവനായാലും അവളായാലും ആരായാലും അവർ തിരികെ വരാത്തതിൻ്റെ കാരണം അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ദൈവികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആ സമയങ്ങളിൽ നിങ്ങളുടെ ഇടയിലുണ്ടായ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ മാറാതെ വരാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ഒരുപാട് പേടിയുണ്ട്. നിങ്ങളുമായി കഴിഞ്ഞിരുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളിലാണെങ്കിൽ ഒരുപാട് പേടിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു മനസ്സ് എന്ന് പറയുന്നത് അവർക്ക് അതായത് ബോധപൂർവമായിട്ടുള്ളൊരു മനസ്സിലല്ല അവർ കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് അവരൊരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. മൈൻഡ് കൈവിട്ട് പോയൊരവസ്ഥയിൽ കൂടിയാണ് അവരിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പേടി, ഭയം, ആങ്സൈറ്റി, അതുപോലെ തന്നെ ഇനി എന്താകും എൻ്റെ ജീവിതം എന്നുള്ളൊരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ അവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. മരണത്തിന് തുല്യമായ ഒരവസ്ഥ, റിഗ്രറ്റ്സ്, നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിട്ടിട്ട് പോയതിൽ ഉള്ള ഒരു പ്രശ്നം, ഈ തേർഡ് പാർട്ടി കടന്നു വന്നതിൽ അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ്സ് അടിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കെട്ടുപാടിലാണ് അവരിപ്പം വീണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ട്. നമുക്ക് ഓരോരോ ഉൾക്കാഴ്ചകൾ ഓരോ സമയത്തും കിട്ടാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണം, അതൊക്കെ നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു മൂൺ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത്, അതായത് വളരെയധികം മനസ്സ് മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പാർട്ണറുടെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുടെ എന്ന് പറയുന്നത്. കാരണം അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സാധ്യമാകുന്നില്ല. അവരെ ആരോ പിന്നോട്ട് പിടിച്ച് വലിക്കുകയാണ്. അതായത് മൂകമായി നിൽക്കുന്ന ഒരവസ്ഥ, ഒരു മൗനമായിട്ട് പോകുന്ന ഒരു നിലപാടിൽ കൂടിയാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നിനും സാധിക്കുന്നില്ല. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് പേടി, ഭയം, ആങ്സൈറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇടന്ന് ഉഴലുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പാർട്ണർ ഇപ്പോഴുള്ളത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് സമൃദ്ധിയുടെ ഒരു കാർഡാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്
നിങ്ങളുടെ ആ ഒരു ആളിനെ, നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ റിലേഷനിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സായിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ണർ ആരാണ് അവരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു എനർജിയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വളരെയധികം സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾ മറികടക്കാൻ സ്വയം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിയാനും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും അതുപോലെ ഒരു സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് അബണ്ടൻസോട് കൂടി തന്നെ കഴിഞ്ഞു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ സമൃദ്ധിയുടെ ആ ഒരു മുൾമുനയിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ പാർട്ണറെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വന്നില്ലല്ലോ, അദ്ദേഹം എവിടെയായിരിക്കും, ഇപ്പോൾ എന്നെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്, നിങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന ആ ഒരു സ്വകാര്യ നിമിഷങ്ങൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ആ ആലോചനയിൽ പോലും അവർക്ക് കൈവിട്ടു പോകുന്ന 1-2 കാര്യങ്ങളുണ്ട്. തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ തടസ്സമാണ്. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയാളിലേക്ക് പോകാനോ അയാൾക്ക് നിങ്ങളിലേക്ക് വരാനോ തീർച്ചയായിട്ടും സാധിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആരായാലും നിങ്ങൾ ആ ആളിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം സമർത്ഥമായിട്ട് അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു നിങ്ങളെ വിട്ടുപോയ ആ ഒരു ആൾ എന്ന് പറയുന്നത് വളരെയധികം ദുഃഖിതനായിട്ടും വളരെയധികം മൗനമായിട്ടും അല്ലെങ്കിൽ വളരെയധികം ഒരു മൂകമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരുമിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണ്, എന്ത് ചെയ്താൽ അത് മാറും, എന്ത് ചെയ്താൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് അതിനകത്തൊരു തീരുമാനം, ഒരു നടപടി കൈക്കൊള്ളണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ പാർട്ണറോടൊപ്പം ജീവിക്കാനായിട്ട് സാധ്യമാകൂ എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുമ്പോൾ ഈ റീഡിംഗ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ കൂടി അല്ലെങ്കിൽ ഒരു മാനസിക വിഷമത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ അതിനൊരു പ്രതിവിധി നിങ്ങൾ കണ്ടെത്തണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ടാരോ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് നമ്മളിൽ ഉണ്ടാകുമല്ലോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഈ കാർഡ് റീഡിങ് കാണാൻ ഇടവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മളെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്കൊരു വാണിംഗ് തരികയാണ്. നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഒരുപാട് നാളുകൾ കൊണ്ട് ഈ പ്രശ്നത്തിൽ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾ ഇതിനുള്ള പരിഹാരം കണ്ടെത്തണം. അതിനുവേണ്ടി നിങ്ങളിലേക്ക് ഒരാളെ എത്തിച്ചു തരികയാണ് ഈ ടാരോ റീഡിങ്ങിലൂടെ. അപ്പോൾ അയാളിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾ വേറെ അന്വേഷിച്ച് പിടിച്ച് നിങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നമ്മൾ എല്ലാ ദിവസവും നമുക്കിങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് എന്താണ് ദൈവമേ എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ എൻ്റെ തേർഡ് പാർട്ടി, എൻ്റെ ആളിൽ നിന്നും ഒരു തേർഡ് പാർട്ടി എങ്ങനെ ഒഴിഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യവും ആലോചനയും മാത്രമേ ഉള്ളൂ. അതിന് എന്ത് പരിഹാരം വേണം, അതിനെന്ത് നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ എല്ലാം അവസാനിച്ച് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് തീരുന്ന ഒരവസരത്തിലായിരിക്കും ഒരുപക്ഷെ ഈ കാർഡ് റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് കണ്ടെത്താനും ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഒരു വഴി അല്ലെങ്കിൽ അതിനൊരു നിമിത്തമായി തീരുന്നത് ഒരുപക്ഷെ ഈ ടാരോ റീഡിംഗ് ആയിരിക്കാം. നിങ്ങളുടെ മനസ്സിലെ വിഷമം മാറാനും നിങ്ങൾക്ക് ആരെയോ ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ നേർവഴിക്ക് നയിക്കാൻ പറ്റുന്ന നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്ന ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നതിന് വേണ്ടിയായിരിക്കും നമുക്ക് ഈ ടാരോ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് വേണം, അതിനുള്ള ആ തേർഡ് പാർട്ടിയുടെ ആ ഒരു കടന്നുകയറ്റം നിങ്ങൾ മാറ്റിക്കളയണം. എങ്കിൽ മാത്രമേ അദ്ദേഹം പൂർണ്ണമായും നിങ്ങളിലേക്ക് വരികയുള്ളൂ. അവർ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം അതിനകത്ത്. അപ്പോൾ നിങ്ങളത് അന്വേഷിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എല്ലാവരും ഈ ടാരോ കാർഡ് റീഡിങ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, കുറച്ച് പേർക്കെങ്കിലും ഒരുപക്ഷെ അനുകൂലമായിട്ട് വരും. അനുകൂലമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് സേതുസ് ടാരോ ഫാമിലി 1Kക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുന്നത്. ആ ഒരു സന്തോഷം കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. ഞാൻ ഒരു കാർഡും
ഞാനുമായിട്ടാണ് ഈ ടാരോ ഫാമിലിയിലേക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് 1000-ലധികം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഒരു അനുഗ്രഹവും ഒരു എനർജിയും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണ്. അതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒരു 1000K കഴിഞ്ഞ ഈ ഒരു ഫാമിലിയിലേക്ക് 1000K കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ DM ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റീഡിംഗ് എടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ DM ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതിനോടൊപ്പം നിങ്ങൾക്കെല്ലാം ദൈവം മനസ്സിൽ വെളിച്ചം വീശട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.